ലെഡ്ജർ. നമുക്ക് എങ്ങനെ ഒരു പുതിയ ലെഡ്ജർ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. അതിനായി ആദ്യം മാസ്റ്റേഴ്സിനകത്ത് അക്കൗണ്ട് സെക്ഷനിൽ ഗ്രൂപ്പ് ആൻഡ് ലെഡ്ജർ ഓപ്പൺ ചെയ്യുക. അതിൽ ഓൾറെഡി നമുക്ക് ചാർട്ടേഡ് ഓഫ് അക്കൗണ്ട്സ് പ്രകാരമുള്ള ഗ്രൂപ്പുകളും അതിന്റെ അണ്ടറിലുള്ള ലെഡ്ജേഴ്സും അവൈലബിൾ ആണ്. ഇതിനു പുറമെ നമുക്കിവിടെ ഇത് സെർച്ച് ചെയ്ത് നോക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ക്യാഷ് അക്കൗണ്ട് എന്ന് സെർച്ച് ചെയ്യുന്ന സമയത്ത് ക്യാഷ് റിലേറ്റഡ് ആയിട്ടുള്ളതെല്ലാം സെർച്ചിൽ അവൈലബിൾ ആയിരിക്കും. ഇനി നമുക്ക് പുതിയൊരു ഗ്രൂപ്പ് ഓർ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ക്രിയേറ്റ് ഗ്രൂപ്പ് ഓർ ലെഡ്ജറിൽ പോകുക. അതിനുശേഷം ഇത്തരത്തിലുള്ള ഒരു വിൻഡോ ആയിരിക്കും ഓപ്പൺ ആവുക. നമുക്ക് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. ഇനി ലെഡ്ജർ ആണ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലെഡ്ജർ സെലക്ട് ചെയ്യുക. എക്സാമ്പിൾ, ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാനായി ഞാൻ വെഹിക്കിൾ ചാർജ് എന്നൊരു നെയിം കൊടുത്തു. പിന്നെ ഗ്രൂപ്പിന്റെ അണ്ടറിൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. ഇതിൽ ഓപ്പണിംഗ് ബാലൻസ് കൊടുക്കണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ വെറുതെ ക്രിയേറ്റ് ചെയ്യാം. ഇത്തരത്തിൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഇവിടെ അവൈലബിൾ ആയിരിക്കും. നമുക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ എക്സ്പെൻസിന്റെ അണ്ടറിൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസിൽ വെഹിക്കിൾ ചാർജ് എന്ന പുതിയ ലെഡ്ജർ വന്നിട്ടുണ്ടാകും. ഇത് നമുക്ക് ഇവിടുന്ന് എഡിറ്റ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും ഓപ്ഷൻസ് ഉണ്ട്. ഇങ്ങനെയാണ് ഒരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുന്നത്.